നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇന്ന് തന്നെ നിന്റെ വീട്ടിലൊന്ന് രാത്രി തങ്ങുക കൂടി ചെയ്യാതെ ഈ പെണ്ണിനെയും കൂട്ടി നീ ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ശിവ? ഇപ്പോൾ നടന്നിട്ടേ ഉള്ളൂ ശിവ നിങ്ങളുടെ വിവാഹം. ഇനിയും ഏറെ ചടങ്ങുകൾ നടത്താനുണ്ട്. അതിന് നിങ്ങൾ രണ്ടാളും ഇവിടെ നാട്ടിൽ തന്നെ വേണ്ടേ? പിന്നെങ്ങനെ ഇന്ന് തന്നെയുള്ള നിങ്ങളുടെ ബാംഗ്ലൂർ പോക്ക് ശരിയാകും? മകൾ വേദക്കരികിൽ നിൽക്കുന്ന മരുമകൻ ശിവനെ നോക്കി നാരായണൻ മനസ്സിലെ സംശയങ്ങൾ ഓരോന്നായി ചോദിച്ചെങ്കിലും അതിനൊന്നും അയാൾക്കുത്തരം നൽകാതെ മറ്റെവിടേക്കോ ശ്രദ്ധ പതിപ്പിച്ച് അലക്ഷ്യമായി നിന്നു ശിവനും. നീ എന്താ ശിവ, ഞാൻ ഈ ചോദിക്കുന്നതൊന്നും കേൾക്കണില്ലേ? ഇവളെ ഇന്ന് തന്നെ നിന്റെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നീയും പോകാൻ പാടില്ല. വിവാഹശേഷമുള്ള ചടങ്ങുകൾ നടത്താൻ നിങ്ങൾ ഇവിടെ തന്നെ വേണം. എല്ലാം നന്നായി നടത്തിയാലേ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാവൂ. എല്ലാ ചടങ്ങുകളോടെയും 1-2 കൊല്ലം മുമ്പ് ഇവളുടെ കല്യാണം ഒന്ന് നിങ്ങൾ നടത്തിയതല്ലേ അമ്മാമേ? എന്നിട്ട് എന്ത് പുണ്യാ ഇവൾക്ക് അതിൽ നിന്നുണ്ടായത്? എന്ത് നല്ല ജീവിതമാണ് കിട്ടിയത്? ഒന്ന് പറ നിങ്ങൾ, ഞാനൊന്ന് കേൾക്കട്ടെ. ശബ്ദം കുറച്ച്, എന്നാൽ ചോദ്യത്തിലെ കടുപ്പം ഒട്ടും കുറയ്ക്കാതെ ശിവൻ തിരികെ നാരായണനോട് ചോദിച്ചതും അവനോട് തിരികെ പറയാനൊരു ഉത്തരമില്ലാതെ നിറമിഴികളോടെ മിണ്ടാട്ടം മുട്ടി നിന്നു നാരായണൻ. നിറഞ്ഞതേ മിഴികൾ ഉയർത്തി അരികെ നിൽക്കുന്ന മകൾ വേദയെ അയാളൊന്ന് നോക്കിയെങ്കിലും ചുറ്റും നടന്ന സംസാരങ്ങളൊന്നും താൻ കേട്ടതേയില്ലെന്ന പോലെ തലകുനിച്ച് ആരെയും നോക്കാതെ നിൽക്കുന്ന വേദയുടെ രൂപം അയാളുടെ ഉള്ളിലെ നോവിനെ വീണ്ടും ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. 1.5 കൊല്ലം മുമ്പ് ഇതേ അമ്പലത്തിൽ വെച്ച് നടന്ന വേദയുടെ ആദ്യ കല്യാണ ദിവസം ഓർമ്മയിൽ തെളിഞ്ഞു നാരായണന്. അന്നും തൻ്റെ മകൾ ഇതേ നിൽപ്പായിരുന്നു, ആരെയും നോക്കാതെ, യാതൊരു സന്തോഷവുമില്ലാതെ, തലയും കുനിച്ച് ഇതുപോലെ തന്നെ. വ്യത്യാസമുണ്ടായിരുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്, കല്യാണച്ചക്കൻ്റെ. ഇന്ന് വേദയ്ക്കടുത്ത് ഭർത്താവായി നിൽക്കുന്നത് ശിവനാണെങ്കിൽ അന്ന് നിന്നിരുന്നത് ശിവന്റെ അനിയൻ വിഷ്ണു ആയിരുന്നു. അനിയൻ താലി കെട്ടി ഭാര്യയായി കൊണ്ടു നടന്ന് ഉപേക്ഷിച്ചവളെയാണ് ഏട്ടൻ വീണ്ടും താലി കെട്ടിയിരിക്കുന്നത്. ഓർമ്മകളുടെ തീകുത്തേറ്റതുപോലെ പൊള്ളിപ്പിടഞ്ഞ് നാരായണൻ മുഖം ഉയർത്തുമ്പോൾ വേദയുടെ കൈപിടിച്ചു ഊട്ടുപുരയിലേക്ക് നടന്നിരുന്നു ശിവനെന്ന ശിവജിത് കൃഷ്ണൻ. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എൻ്റെ ജോലിസ്ഥലത്തേക്കാണ്, ബാംഗ്ലൂരിലേക്ക്. അറിയില്ലേ വേദയ്ക്കത്? സദ്യ കഴിക്കാനിരുന്നതും വേദയ്ക്കടുത്തേക്ക് മുഖമടുപ്പിച്ച് ശിവൻ ചോദിച്ചതിന് അവനെ നോക്കാതെ മെല്ലെയൊന്ന് മൂളി അറിയാമെന്നറിയിച്ചു അവൾ. പിന്നെ 1-2 കാര്യങ്ങൾ വേദയോട് ശിവൻ സംസാരിച്ചെങ്കിലും അതിനെല്ലാമുള്ള മറുപടികൾ വേദ മൂളലുകളിലൂടെ ഒതുക്കിയതും ദേഷ്യം ഇരച്ചെത്തി ചുവന്നുപോയി ശിവനാകെ. ദേഷ്യമടക്കാനെന്നവണ്ണം ശിവൻ കൈമുഷ്ടികൾ ചുരുട്ടി നിവർത്തി പിടിക്കുന്നത് കണ്ടതും ഭയമേറി വേദയിൽ. താനൊന്നുറക്കെ സംസാരിച്ചാൽ, നിറഞ്ഞു ചിരിച്ചാൽ തീരുന്ന ദേഷ്യമേ ശിവനിലുള്ളൂ എന്നറിഞ്ഞില്ല വേദ. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ വേദയ്ക്ക് ഭയമാണ് ശിവനെയും ശിവന്റെ ദേഷ്യത്തെയും. പൊതുവെ ഗൗരവക്കാരനായ ശിവന്റെ മുഖത്ത് ദേഷ്യം കൂടി കലർന്നാൽ പിന്നെ അവനെ തറവാട്ടിൽ എല്ലാവർക്കും ഭയമാണ്. ശിവന്റെ നേരെ വിപരീതമാണ് അവന്റെ അനിയൻ വിഷ്ണു. മുഖത്തൊരു ചിരിയോടെയല്ലാതെ കാണാൻ കഴിയില്ല അവനെ ആർക്കും. സൗമ്യമായ പെരുമാറ്റവും ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവവും. അതുകൊണ്ട് തന്നെയാണ് വേദയ്ക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവളെ തനിക്കിഷ്ടമാണെന്നും വിവാഹം കഴിപ്പിച്ചു തരണമെന്നും പറഞ്ഞ് വിഷ്ണു മുന്നിൽ വന്നപ്പോൾ വേദയുടെ വീട്ടുകാരുടെ ആലോചന വേഗത്തിൽ വിവാഹത്തിലെത്തിച്ചത്. അന്യരല്ലല്ലോ, കുടുംബക്കാരാണല്ലോ എന്ന ആശ്വാസം വേറെയും. പക്ഷേ അന്ന് വിഷ്ണുവിനെ പോലെ വേദയുടെ വീട്ടുകാരും മറന്നുപോയ വേദയോട് ചോദിക്കാത്ത ചോദ്യം ഒന്നുണ്ടായിരുന്നു. വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ വേദയ്ക്ക് സമ്മതമാണോ എന്ന് അവളോടാരും ചോദിച്ചില്ല. തന്നോടാരും ചോദിക്കാത്തൊരു ചോദ്യത്തിന് ആരോടും മറുപടി പറയാൻ വേദയ്ക്കും സാധിച്ചില്ല. വിവാഹശേഷം വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങി ശിവന്റെ വീട്ടിലേക്ക് വന്നതും വേദയെ കാറിൽ തന്നെ ഇരുത്തി ശിവൻ വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കല്യാണം കൂടാനെത്തിയ ബന്ധുക്കളിൽ ചിലർ കാറിലിരിക്കുന്ന വേദയോട് ഇറങ്ങി വരാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്നും കാണുന്നുണ്ടായിരുന്നില്ല വേദ. അവളുടെ നോട്ടം ബന്ധുജനങ്ങൾക്ക് പുറകിലായി റോഡിൽ നിന്ന് ദയനീയമായി തന്നെ നോക്കുന്ന വിഷ്ണുവിൽ തറഞ്ഞു നിന്നു. അവന്റെ നിറമിഴികളോടെയുള്ള യാചന നിറഞ്ഞ നോട്ടവും മാപ്പെന്നാരും കാണാതെയുള്ള ചുണ്ടനക്കങ്ങളും കണ്ടതും വേദയുടെ കണ്ണുകൾ തേടിയത് മറ്റൊരുവളെയാണ്. വിഷ്ണുവിന് അത്രയും പ്രിയപ്പെട്ട മറ്റൊരുവളെ, അലീനയെ. വിഷ്ണുവിൻ്റെ പ്രണയമായ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായ അലീനയെ. വിഷ്ണുവിൻ്റെ ഭാര്യയായി അവരുടെ ഈ വീട്ടിലെത്തിയതു മുതൽ അവൻ തന്നോട് പെരുമാറിയതൊരു സുഹൃത്തായിട്ടാണ്. ഒരിക്കൽ പോലും ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടെ തന്നോടോ തൻ്റെ ശരീരത്തോടോ കാണിച്ചിരുന്നില്ല. അറിഞ്ഞതിലുമേറെ പരസ്പരം ഇനിയും അറിയാനുണ്ട്. അതുകൊണ്ട് ഒരുമിച്ചൊരു ജീവിതം മെല്ലെ തുടങ്ങാമെന്ന് പറഞ്ഞ അവനോട് തോന്നിയ ഇഷ്ടവും ബഹുമാനവും മനസ്സിൽ തെളിഞ്ഞതും സ്വയം പുച്ഛിക്കും പോലെ ഒരു ചിരി തെളിഞ്ഞു വേദയുടെ അധരങ്ങളിൽ.
കയ്യിലൊരു ബാഗുമെടുത്ത് കല്യാണ വേഷത്തിൽ കാറിലേക്ക് വന്നു കയറിയ ശിവൻ കാണുന്നത് കാറിനുള്ളിൽ കണ്ണടച്ചിരിക്കുന്നവളെയാണ്. മുറ്റത്ത് നിന്ന് കാറിനുള്ളിലേക്ക് നോക്കുന്നവരുടെ പിറകിലെ റോഡിൽ തികച്ചു മന്യനായി തൻ്റെ അനിയൻ വിഷ്ണു കൂടി ഉണ്ടെന്ന് കണ്ടതും വേദയെ മെല്ലെ തട്ടി വിളിച്ചു ശിവൻ. അറിയാതെ ഒന്ന് കണ്ണടച്ചു പോയ ഭദ്ര വേഗത്തിൽ കണ്ണുകൾ തുറന്ന് ശിവനെ നോക്കിയതും അവളുടെ നെറ്റിയിലായി തൻ്റെ ചുണ്ടുകൾ ചേർത്തു ശിവൻ. ശിവനിൽ നിന്ന് തനിക്ക് കിട്ടിയതൊരു ചുംബനമാണെന്ന തിരിച്ചറിവിൽ വേദ ഞെട്ടി ശിവനെ നോക്കിയതും കൂർപ്പിച്ച് പിടിച്ചവളുടെ ചുണ്ടിൽ അവകാശത്തോടെ തൻ്റെ ചുണ്ടുകൾ ചേർത്തമർത്തി ശിവൻ. ആ കാഴ്ച കണ്ടുനിന്ന വിഷ്ണുവിൻ്റെ മിഴികൾ നിറഞ്ഞതും അവന് പുറകിൽ നിന്ന് അവനോട് ചേർന്ന് കുഞ്ഞിനെയും എടുത്തു നിന്നു അലീന. ഒന്നും വേണ്ടായിരുന്നു അല്ലേ വിഷ്ണുവേട്ടാ? നമുക്കൊന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നതിനു വേണ്ടി ആ പെണ്ണിനെ നമുക്കിടയിലേക്ക് വലിച്ചിടാൻ പാടില്ലായിരുന്നു അല്ലേ? അലീനയുടെ ചോദ്യം കേട്ടില്ല എന്ന് നടിച്ചു നിൽക്കുമ്പോൾ വിഷ്ണുവും ഓർത്തത് അതാണ്. കൂടെ പഠിച്ച അന്യമതക്കാരിയായ പെൺകുട്ടിയെ സ്നേഹിച്ച് ആരുമറിയാതെ വിവാഹവും കഴിച്ച് അവളുടെ വയറ്റിൽ തൻ്റെ ഒരു ജീവൻ മുള പൊട്ടിയെന്നറിഞ്ഞതിനു ശേഷമാണ് താൻ വേദയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവളെ വിവാഹം കഴിക്കുന്നതിലൂടെ നേടാൻ കഴിയുന്ന സ്വർണവും പണവും ഉപയോഗിച്ച് അലീനയോടൊത്തൊരു ജീവിതം, അതായിരുന്നു ലക്ഷ്യം. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ വേദയുടെ സ്വർണവും പണവും എടുത്ത് ആരുമറിയാതെ അലീനയും കൂട്ടി നാടുവിടാനൊരുങ്ങിയ തങ്ങളെ കൈയോടെ പൊക്കി കുടുംബക്കാർക്കും വേദയ്ക്കും മുൻപിൽ ഇട്ടുകൊടുത്തു അവൻ, തൻ്റെ ഏട്ടൻ ശിവൻ. തൻ്റെയും വേദയുടെയും കല്യാണത്തിന് ജോലി തിരക്കാണെന്ന് പറഞ്ഞ് വരാതെ മാറി നിന്നവൻ കൃത്യമായി നാട്ടിലെത്തിയത് തങ്ങളുടെ ഒളിച്ചോട്ടത്തിൻ്റെ അന്നാണ്. അടിച്ചിറക്കി വിട്ട് തന്നെ തറവാട്ടിൽ നിന്ന് താലി പൊട്ടിച്ച് തൻ്റെ മുന്നിലിട്ട് തന്നിട്ട് ഇറങ്ങിപ്പോയി വേദ. വേദേ, ശിവൻ വിളിച്ചതും തല ഉയർത്തി അവനെ നോക്കി വേദ. എനിക്കിഷ്ടമായിരുന്നു നിന്നെ. ആ ഇഷ്ടം നിന്നോട് പറയാൻ ഞാൻ ഒരുങ്ങും മുമ്പ് നീ വിഷ്ണുവായുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചതുകൊണ്ട് മാത്രം നിനക്കടുത്തേക്ക് വരാതെ മാറി നിന്നവനാണ് ഞാൻ. ഇപ്പോൾ നീ എൻ്റെയാണ്, എൻ്റേതു മാത്രം. നിന്റെ മനസ്സിൽ എൻ്റെ വീട് പോലും ഒരു ഓർമ്മയായിട്ടുണ്ടാവരുത് എന്ന് കരുതിയാണ് ഇന്നത്തെ നമ്മുടെ ഈ പോക്ക് പോലും. നീ ഓർക്കേണ്ടത് എന്നും ഇനി എന്നെക്കുറിച്ച് മാത്രമാവണം. ഞാനല്ലാതെ വേറൊരാളുടെ ചിന്ത പോലും നിന്റെ ഉള്ളിൽ വേണ്ട. മനസ്സിലായോ? ഗൗരവത്തോടെ എന്നാൽ മനസ്സിൽ വെറുതെ പോലും താൻ വിഷ്ണുവിനെ പറ്റി ഓർക്കരുതെന്ന് കരുതി നിർബന്ധം പിടിക്കുന്ന ശിവനെ ഇമവെട്ടാതെ സ്നേഹത്തോടെ നോക്കിയിരുന്നു വേദ. ഐ ലവ് യു ശിവേട്ട. പതിഞ്ഞ വേദയുടെ ശബ്ദം കാതിൽ വീണതും ഞെട്ടി കാർ നിർത്തി അവളെ നോക്കി ശിവൻ. എനിക്കെന്നും ഇഷ്ടം ശിവേട്ടനെ ആയിരുന്നു, പക്ഷെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പതിഞ്ഞ ശബ്ദത്തിൽ വീണ്ടും പറയുന്നവളെ വാരി അണച്ച് നെഞ്ചോട് ചേർത്ത് പുണർന്ന് ശിവൻ. നടുറോഡാണെന്ന് കൂടി ഓർക്കാതെ. പിന്നീട് എന്തിനാടി വിഷ്ണുവിനെ കെട്ടാൻ സമ്മതം പറഞ്ഞത്? കാതോരം മുരളിച്ച പോലെ ശിവന്റെ ശബ്ദം കേട്ടതും കുളിർന്നു വേദ. ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ല. എന്നോടാരും സമ്മതം ചോദിച്ചിട്ടില്ല. പറ്റെ പതിഞ്ഞുപോയ ശബ്ദത്തിൽ വീണ്ടും പറയുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കാറ് മുന്നോട്ടെടുക്കുമ്പോൾ ശിവന്റെ ഉള്ളം സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. വിവാഹശേഷമാണെങ്കിലും താലി കെട്ടിയവളുടെ ഉള്ളിൽ എന്നും താനാണെന്നറിഞ്ഞ സന്തോഷം, അതവൾ തുറന്നു പറഞ്ഞ സന്തോഷം. ആ സന്തോഷത്തോടെയുള്ള കാർ നിറത്തിലൂടെ മുന്നോട്ട് കുതിച്ചു ലക്ഷ്യസ്ഥാനം തേടി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.